സ്പൈറൽ സ്ക്വാഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ LGBTQ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എൻഡിങ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജെൻഡർ ഈക്വാലിറ്റി. അപ്പോൾ ആ ജെൻഡർ ഈക്വാലിറ്റി എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി അതിനെ കുറിച്ച് എന്താണ് പറയാല്ലേ? ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടേമല്ല അത്. ജെൻഡർ ഈക്വാലിറ്റീൻ്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്ക പോലുള്ള കൊളോണിയൽ രാജ്യങ്ങളിൽ ഈ ജെൻഡർ ഈക്വാലിറ്റി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ ഇടങ്ങളിൽ നിന്ന് സാമൂഹികമായി പെരുമാറുന്ന ഇടങ്ങളിൽ, വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാറ്റേഴ്സിൽ അവിടെയൊക്കെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം എല്ലായിടത്തും വേണം ഒരു ഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 20ാം നൂറ്റാണ്ട് തുടക്കത്തിലേക്ക് നമുക്ക് കുറേ ഫാക്ടറി തൊഴിലാളികളായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഒരേ ജോലി സമയം ഒരേ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഫാക്ടറി, നമുക്കറിയാം ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നുമല്ല, ഒരേ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്ക് 200 ആണെന്നുണ്ടെങ്കിൽ പുരുഷന് 250 രൂപ. ആ രൂപത്തിൽ കൂലിയും കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്ന ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണ് ഈ ജെൻഡർ ഈക്വാലിറ്റിയുള്ള ടേം കടന്നു വരുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ആദ്യമായിട്ട് ഈ വന്ന UN-ന്റെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കാം. ഹീ ഫോർ ഷീ, അങ്ങനത്തെയൊക്കെയാണ്. അവൻ അവൾക്ക് വേണ്ടി. ആദ്യം പുരുഷന്മാർ സാക്രിഫൈസ് ചെയ്ത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് തുടങ്ങിയത്. തുടക്കം കാര്യങ്ങളൊക്കെ ഓക്കെ, രണ്ടുപേർക്കും തുല്യമായ പരിഗണനയും കാര്യങ്ങളൊക്കെ ഒരുവിധം വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ കിട്ടി, കടന്നു വന്ന് അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എത്തിയപ്പോഴേക്കും അതിൻ്റെ ഒരു വേറൊരു മുഖം ആയിട്ട് മാറി. ഫെമിനിസം, ആക്ടിവിസം കാര്യങ്ങളൊക്കെ അതിലേക്ക് കടന്നു വന്ന് ഈ ജെൻഡർ ഈക്വാലിറ്റി വേറെ രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ആ മാറ്റത്തെയാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന കാലം എന്ന് പറയുന്നത്. ആ മാറ്റത്തെയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ജെൻഡർ ഈക്വാലിറ്റിയിൽ പല പല വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ എതിർക്കണം. അതിൻ്റെ ആ ചട്ടക്കൂടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം. അതാണ് ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി പറയാനുള്ളത്. എന്താ പറയാ? ശാഖർ പറഞ്ഞ സംഭവം തന്നെ. ഇത് മറ്റേ സ്ത്രീകളെ സമുദായത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ തുടങ്ങിയ സംഭവം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സംവരണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൊടുത്ത സെറ്റപ്പുകളൊക്കെ മുതലെടുക്കുകയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിയമവ്യവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാല് ഉഭയസമ്മതത്തോടു കൂടി നടന്ന സംഭവം പിന്നെ കേസാണ് സമയത്ത് പുരുഷന്റെ തലയിലേക്ക് വരിക. ഇതൊക്കെ എന്താ അവർക്ക് വേണ്ടി കൊടുത്തൊരു സംവരണം മുതലെടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പൊ എത്തിയിട്ടുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവസരങ്ങൾ മുതലെടുക്കുകയാണ് അവിടെ ഉണ്ടാവണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നസീഫ് തന്നെ പറഞ്ഞു, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ വളച്ചൊടിച്ച് അവര് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണില്ലേ. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ സംസാരിച്ചാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയത്തിൽ സ്ത്രീക്ക് പ്രത്യേക പരിഗണന പല വിഷയങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ആക്ച്വലി സ്ത്രീക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന ആവശ്യമാണ്. അങ്ങനെയാണ് നാച്ചുറലി സ്ത്രീയും പുരുഷനും ഉള്ളത്. അതെ. ഒരാൾ വീക്കാകുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാതെ അയാൾ പൊങ്ങി വരില്ല. സപ്പോർട്ട് ചെയ്യണം. പക്ഷെ സപ്പോർട്ട് അധികമായാലോ ഈ ഭാഗത്താവും അല്ലേ? ഇപ്പോൾ ഒരാൾ കണ്ട് വീക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് അധികമായാലോ ഇവിടത്തെ ആവും. സപ്പോർട്ട് അധികമാവാൻ പാടില്ല. ഒരു കാര്യത്തിൽ സപ്പോർട്ട് അധികമാകും. ഇപ്പൊ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ സപ്പോർട്ട് ആയിട്ട് എടുക്കാണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. അതെ. മുതലെടുപ്പിന്റെ കാര്യങ്ങൾ വരുമ്പോ അതില് ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടക്കകാലത്ത് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള ടേം വരുന്നതും ഭയങ്കര പുരോഗമനാത്മകമായ ഒരു കാര്യമാണ്. പറയുമ്പോൾ എല്ലായിടത്തും അടിച്ചമർത്തപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ, ഇനി സ്ത്രീ മാത്രമല്ല, ഈ അതുപോലെ തന്നെ ജാതി വിവേചനം ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഇത് തുടങ്ങിയ അമേരിക്കയിലാണ് അല്ലെ, അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് ഇതിന്റെ ആദ്യം തുടക്കം വരുന്നത്. അവിടെ ഇപ്പോഴും മാറാത്ത വർണ്ണവറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കറുത്തതിന്റെ പേരിൽ ജോലി കിട്ടാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ ശമ്പളം കുറവാകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ഒരു അധസ്ഥിത വിഭാഗം
അങ്ങനെയായി കണ്ട് അവർക്ക് പിന്തുണ കൊടുത്തു തുടങ്ങിയ ഒരു മൂവ്മെന്റ്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ മൂവ്മെന്റ്, അതിൽ ഈ ആക്ടിവിസവും ഫെമിനിസവും എല്ലാം വന്ന് അതിലെ ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വന്ന് അതിനെ മറ്റു രൂപത്തിലേക്ക് മാറി അതിന്റെ മുതലെടുപ്പിന്റെ അല്ലെങ്കിൽ പുരുഷനെ അടിച്ചമർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറി വരുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മളിപ്പോ ഇത് പറഞ്ഞു വരുമ്പോ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പുരുഷ കമ്മീഷന് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് വരാനുള്ള സാധ്യത ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ വനിതാ കമ്മീഷൻ എന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇനിയിപ്പോ ഇതില് പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ആവശ്യകത ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഇപ്പൊ ഈ സമൂഹത്തിന്റെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ നമുക്ക് വേണ്ടി വരും. ഇപ്പോ മറ്റേ രാഹുൽ ഈശ്വറിനെ പോലെ മുന്നിലേക്ക് ആൾക്കാർ നമ്മളും കുറച്ചാൾക്കാരൊക്കെ പുരുഷ കമ്മീഷൻ എന്നിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പൊ അവര് പറയുന്നത് ഏതെങ്കിലും കേസിൽ പുരുഷനകപ്പെട്ട് പുരുഷനായത് കൊണ്ട് സ്ത്രീ ആയത് കൊണ്ടൊരു ബെനിഫിറ്റും പുരുഷനായത് കൊണ്ട് ഇല്ലാതിരിക്കലും വരുന്ന സാഹചര്യങ്ങളിൽ ലീഗൽ സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ തുടങ്ങുന്നത്. അത് എന്താ പറയാ, ഒന്നാമത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഇതുകളുണ്ട്, മറ്റേ ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ തന്നെ കുറച്ചു മുന്നേ നമ്മൾ കണ്ടു ഇടുക്കിയില് ഒരു ഇതുണ്ടായത്. രണ്ടുപേരും മൈനേഴ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആണാണോ എന്ന് പറയാനായില്ല, ആൺകുട്ടി അത്ര. കാരണം എന്താ പറയാ, പെൺകുട്ടി 9ാം ക്ലാസ് പഠിക്കുന്നു, അതെ. ആ ഒരു പ്രായത്തിൽ പോലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ആ ആൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കുകയാണ്, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പോക്സോ കേസ് എന്നുള്ളതിൽ എടുത്തിട്ട് ആ കുട്ടിയെ ജുവനൈൽ ഹോമിൽ അടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പം ഈ ഒരു സംഭവം എങ്ങനെയാണ് ഇങ്ങനെ കേസ് എടുക്കാൻ പറ്റണേ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു സംഭവം പ്രശ്നമായി വന്നു കഴിഞ്ഞാല് നിയമം എല്ലാതും ആണിനെതിരെ വരും. ഇല്ല, നമ്മളിപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിടയിൽ സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് ആണിനെതിരെ തിരിയുകയും അല്ലെങ്കിൽ ആണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓന്റെ ഭാഗ്യം ഓന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ആൺകുട്ടി അവിടെ ഇതില് ഹരാസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഹരാസ് ചെയ്യപ്പെടുന്നത് ആരായെങ്കിലും സപ്പോർട്ട് ചെയ്യണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. കാരണം ആൺകുട്ടിയാണ് അവിടെ ഹരാസ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സമൂഹം പറയും ഓന്റെ എന്താ പറയാ, ഓന് മുതലായി അല്ലെങ്കിൽ ഓന് ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്ന ഒരു സമൂഹം വരേണ്ടേ നമ്മൾ. കാരണം ഒരു ആൺകുട്ടിയും ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്താ പറയാ കുറെ ഇതിലൂടെ ആൺകുട്ടികളും പോകുന്നുണ്ട് എന്നുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പം ആൺകുട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇപ്പോ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനായ ആരെങ്കിലും XY 2 പേര് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ബാധ്യത മുഴുവൻ വരുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ പോലും ബാധ്യത മുഴുവൻ വരുന്ന ആണിന്റെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളില് അവൾക്ക് വേണ്ട എന്താ പറയാ ചെലവിന്റെ കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ട ചെലവിന്റെ കാര്യങ്ങളിലൊക്കെ കൊടുക്കണം. ആക്ച്വലി അത് വേണം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഈ ഫെമിനിസ്റ്റുകൾ ഇക്വാലിറ്റി വേണമെന്ന് വാദിച്ചു വരുന്ന ഫെമിനിസ്റ്റുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കണം, വേണ്ടെന്ന് പറയണം. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, എല്ലാവരും റിസർവേഷൻ ഒഴിവാക്കണം. ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ് വാദിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എല്ലാം കിട്ടുക വേണം, ഇതിന്റെ ഒക്കെ പുറത്ത് എന്ത് വേണം, ഇത് ഈക്വൽ ആണെന്നും പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് നമ്മൾ ഈ പറയുന്ന പരിഗണനകൾ കൊടുത്തിട്ട് അവരെ ഒപ്പെത്തിക്കാൻ ശ്രമിക്കാണ്. അപ്പോഴും ഇവർക്ക് എന്താ വെച്ചാൽ ഈ പരിഗണനകളും വേണം, അതിന്റെ ശേഷം ഇവർക്ക് ഈക്വാലിറ്റിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ താഴോട്ട് പോകും. ആ ഒരു വിഷയം ഇപ്പോ സെയിം കേസിൽ നമുക്കൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കാം. അതെ, ഒരു 50% റിസർവേഷൻ ആണ് ഏത് കാര്യത്തിലുള്ളത്, പഞ്ചായത്തിൽ ഓരോ വാർഡിലുള്ളത്. അതിന് പുറമെ SC/ST റിസർവേഷൻ വേറെ ഉണ്ട്. അതെല്ലാം കൊഴിഞ്ഞ് വരുന്ന കുറച്ച് സീറ്റുകൾ മാത്രമേ ജനറൽ സീറ്റുകളുള്ളൂ. അതിൽ രണ്ടുപേർക്കും നിൽക്കുക. അപ്പോ ഒരു പഞ്ചായത്തിലെ സ്ത്രീ പ്രാതിനിധ്യം പുരുഷ പ്രാതിനിധ്യം ഈക്വൽ ആക്കണം എന്ന് പറഞ്ഞു വന്ന സംഗതി പോലും എങ്ങനെയാണ് സ്ത്രീ മെജോറിറ്റി ആയി വരുന്നതും അതുമൂലം പഞ്ചായത്തിന്റെ ഭരണങ്ങളും കാര്യങ്ങളും ഇതൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ വരുമ്പോഴൊരു പ്രധാന പ്രശ്നം നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും അർഹത ഉള്ളവരാണോ സീറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മളിത് പറഞ്ഞു വരുമ്പോൾ ഒരു സംഭവം ഈ പറഞ്ഞ സ്ത്രീ ചിലപ്പോ ഇതിനെ എന്താ പറയാ അർഹ ആയിരിക്കാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നല്ല എന്താ പറയാ കഴിവുള്ള ആളുകൾ വേറെ അവിടെ ഉണ്ടായിരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളായിരിക്കും സംവരണം വരുമ്പോ നമ്മൾ അവിടെ
വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാ അറിയാം നമ്മള് എന്താ വനിതാ വാർഡോ അല്ലെങ്കിൽ SC/ST വാർഡോ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിനെ ഉണ്ടാക്കാൻ അതാ പറയണേ. കാരണം നമ്മള് സ്ഥാനാർത്ഥി ഉണ്ടാക്കാൻ വേണ്ടി ഇനി നേരെ മറിച്ചത് ഒരു ജനറൽ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഏത് പാർട്ടിയുടെ സൈഡിലായാലും ഒരു 4-5 പേര് ഇത് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള 4-5 പേര് രണ്ട് സൈഡിലും ഉണ്ടാകും. ഇപ്പോ ഈ സംവരണം ഒഴിവാക്കിയിട്ട് ഇവരാണ് വരുന്നുണ്ടെങ്കിൽ ഇവരെക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇവർക്ക് ചിലപ്പോ ഇവരെക്കാളും കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങാനും ചെയ്യാനൊക്കെ പറ്റും. കാരണം നമുക്ക് കിട്ടുന്നത് ബെസ്റ്റ് ആരാണോ ആ ബെസ്റ്റിനല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂട്ടത്തിൽ ആരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൂട്ടത്തിൽ ആരാന്നല്ല, ഇപ്പൊ ഒരു സംവരണം വന്നിട്ടുണ്ടെങ്കിൽ ആ സംവരണത്തിൽ ആരാണോ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് നമ്മളെ ഭരിക്കും. അത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്തിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഒരു ഏതായിക്കോട്ടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എല്ലായിടത്തും വരുന്നതാണല്ലോ. അപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഭരിക്കുന്ന ആളുകൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട പെർഫെക്റ്റ് ആയിട്ട് എന്തൊക്കെ കിട്ടണോ അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ്. അതിന്റെ കാര്യം പറയുമ്പോ ഏറ്റവും കൂടുതൽ ആരാണോ ഡിസേർവ്ഡ് അവർക്ക് കൊടുക്കണം. ആ ഡിസേർവേഷൻ വരുമ്പോൾ ഇപ്പൊ ഡിസേർവ്ഡ് ആയി 2 പേര് വരുമ്പോ അയാളെ പെണ്ണാണോ ആണാണോ തിരിക്കാതെ മാറ്റി നിർത്തി അവര് അല്ലെങ്കിൽ ഇന്ന ജാതിയാണോ അല്ലെങ്കിൽ വെള്ളക്കാരനാണോ കറുത്തവനാണോ വെളുത്തവനാണോ ഇതൊന്നും നോക്കാതെ അവിടെ ഒരു എന്താ പറയാ ഒരു മാറ്റി നിർത്തലുണ്ടാകുന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ്ജെൻഡർ എന്താ പറയാ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർക്കത് ചെയ്യാനുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കും, അവരെ സമൂഹം അംഗീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചരിത്രവും പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. എത്രയോ വലിയ വമ്പന്മാരായ ഒരു ആണുങ്ങളോട് ഉണ്ടായിരുന്നു, എന്നിട്ടും അവരെല്ലാം ഭരിച്ച് അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ച ആളാണ് ഇന്ദിരാഗാന്ധി. ഉരുക്കു വനിത എന്ന് പറയുന്നത്. അപ്പൊ അവര് അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീന, പാകിസ്ഥാൻ ബേനസീർ ഭൂട്ടോ, ഒരുപാട് വളരെ മുന്നേ കാലത്ത് തന്നെ സ്ത്രീകൾ ഭരിച്ച മൂന്നാംകിട രാജ്യങ്ങളാണ് ഇതെല്ലാം. അമേരിക്കന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്ക 1800 ലാസ്റ്റൊക്കെ എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇതുവരെ ഒരു നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഫെഡറൽ സിസ്റ്റം ആയിട്ടുള്ള അമേരിക്കയിൽ ഇതുവരെ ഒരു പെണ്ണ് വന്നിട്ടില്ല, പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടില്ല. ഈ മൂന്നാംകിട രാജ്യമായ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ ഈ എല്ലാവരും പറയുന്നത് അതെ പാകിസ്ഥാനി ഇപ്പൊ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുക എന്ന് പറയുന്ന പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് ഒക്കെ ഇവിടെയൊക്കെ സ്ത്രീകൾ പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടൊക്കെ അപ്പോ ആരാണോ ഡിസർവ്ഡ് അവർ സമൂഹത്തിൽ പൊങ്ങി വരിക ചെയ്യും. അതെ, ഇപ്പൊ ഡിസേർവിംഗ് ആണോന്ന് അറിയില്ല. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. അത് ഇപ്പൊ നമ്മള് എന്താ പറയാ ഡിസേർവിംഗ് ആണോ അല്ലേ അത് പിന്നെ പക്ഷെ എന്നാലും ഒരു കൂട്ടത്തിൽ പൊങ്ങി വരുന്നുണ്ടല്ലോ. കൂട്ടത്തില് സ്ത്രീകളോട് വന്നു അവര് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വേണ്ട ആളുകൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലൊന്നും കിട്ടാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അവരൊരു മോശം ഫൈനാൻസ് മിനിസ്റ്റർ പറയാൻ പറ്റില്ല. അവർക്ക് വേണ്ട ആളുകൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അജണ്ടകൾ എന്താണോ അത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടാസ്ക് ഇല്ല, സംഭവം നമ്മള് സംസാരിച്ച് വെച്ച് നോക്കുമ്പോ അത് വേറെ വിഷയത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ജെൻഡർ ഈക്വാലിറ്റി മറ്റൊരു എപ്പിസോഡായിട്ട് കാരണം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഉയർന്ന പോസ്റ്റുകളിൽ ഉണ്ട്. അപ്പൊ സ്ത്രീകൾ ഉയർന്ന പോസ്റ്റുകളിൽ ഇല്ല എന്ന് ആർക്കും വാദിക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന പോസ്റ്റുകളിൽ സ്ത്രീകൾ ഇപ്പോഴും എന്താ പറയാ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട്, എത്തിപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ വേതനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വേതനത്തിന്റെ കാര്യം ആരാണോ കൂടുതൽ ഡിസേർവിങ് അവർക്ക് കൂടുതൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ ഒരു സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ. നമ്മള് ഉയർന്നൊരു എന്താ പറയാ വാക്കിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു MBBS 2 പേര് പഠിച്ചു തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഈ ഒരു പെരിന്തൽമണ്ണങ്ങാടി തന്നെ MBBS പഠിച്ച സ്ത്രീ ആയാലും പുരുഷന്മാരായാലും ഒക്കെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരു പുരുഷനേക്കാൾ കൂടുതൽ എന്താ പറയാ വേതനം വാങ്ങുന്ന എത്രയോ ലേഡി ഡോക്ടേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. വേതനത്തിന്റെ കേസിൽ ഇത് മാൻ പവർ ജോബുകളല്ലാതെ എന്താ സ്ത്രീകൾക്ക് പ്രശ്നം വരുന്നത് IT ജോബുകളെ കോർപ്പറേറ്റ് പാർവതിക്ക് പറയണ പോലെ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയില് 2 പേർക്കും തുല്യ വേതനാക്കണം. അതൊക്കെ ബ്ലണ്ടറാണ്. മികച്ച ബ്ലണ്ടറാണ്. കാരണം വിജയിക്കുന്ന ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ ഇപ്പൊ
വിജയ് കിട്ടണായിക്കോട്ടെ അല്ലെങ്കിൽ ഷാറുഖ് ഖാനൊക്കെ ആയിട്ടാണ് ആര് പാർവതി പറയുന്നത് അവർക്കുള്ള സാലറി എന്തില്ല അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. പറയാൻ പറ്റും ഏത് ജോലിക്കാരും ഞാനാണെങ്കിലും പെണ്ണാണെങ്കിലും എക്സ്പീരിയൻസ് എല്ലാത്തിന്റെയും ബേസിസിൽ ആർക്കും സാലറി കൊടുക്കുക. അവിടെ ഒരു സംഭവം. അപ്പൊ പാർവതി ചിലപ്പോൾ കൂടുതൽ നന്നായിട്ട് അഭിനയിക്കും എന്നുള്ള പാർവതിയുടെ എന്താ പറയാ ഭാഗം പാർവതിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന്റെ ബേസിസിലല്ല. ഈ ഫിലിം എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആണ്. ഈ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇവർക്കുള്ള ഒരു സാലറി കൊടുക്കുക. പാർവതിനെയും നെസ്ലിനെയും കമ്പയർ ചെയ്യാം. പാർവതിന്റെ അത്ര എക്സ്പീരിയൻസ് നെസ്ലിന് ഉണ്ടാവില്ല അല്ലേ? പക്ഷെ പാർവതി ഒരു പടം ചെയ്താല് കിട്ടുന്ന 2 കോടിയാണെങ്കിൽ നെസ്ലിം ആ പടം ചെയ്ത് കഴിഞ്ഞാൽ 20 കോടിയെ കിട്ടുക. അപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ തുല്യ വേതനം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവോ? ഒരിക്കലും ഇല്ല. അയാൾ എത്രയാണ് സമ്പാദിച്ചു വരുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട്. ഫിലിമിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം മാത്രമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ക്യാരക്ടർ ഇല്ലാത്ത മൂവീസ് എന്ന് പറഞ്ഞിട്ട് കുറെ മൂവീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. കാരണം ആ ഒരു മൂവിയിൽ ഒരു സ്ത്രീയെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഇപ്പൊ മൂവീസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവീസിന്റെ പേര് ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടില്ല. പക്ഷെ നമ്മളറിയുന്ന ഒരുപാട് മൂവീസ് രോമാഞ്ചം അതിലൊന്നായിരുന്നു. ഇങ്ങനത്തെ മൂവീസ് ഉണ്ടായിരുന്നു, നടിമാരില്ലാത്ത സിനിമ. അപ്പൊ ഈ നടിമാരില്ലാത്ത സിനിമകള് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കുക. കാരണം ആ സിനിമയിൽ ഇപ്പൊ ഒരു നടിനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഇതാളുണ്ട്. അപ്പൊ ആവേശം ഇപ്പൊ ഈ ഒരു വേതനത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തമന്നയൊക്കെ മറ്റേ ഇതിന് വാങ്ങിയത് ബാഹുബലിക്ക് വാങ്ങിയ സാലറി വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 5 മിനിറ്റ് വന്ന് പോകണം ഇടയ്ക്ക് വന്നിട്ട്. പക്ഷെ അതിന് വാങ്ങിയ സാലറി ഒക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ മൂവിയിൽ ഫഹദ്, നമ്മുടെ പുഷ്പയില് ഫഹദിന്റെ സാലറി ഒക്കെ അത് അടുത്ത നടി രശ്മികനേക്കാളും താഴെയാണ്. അപ്പൊ അതിലൊക്കെ ഒരു പെർഫോമൻസിന്റെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ മലയാള സിനിമയിലായിട്ട് മാർക്കറ്റിംഗ് ആണ്. എത്ര റവന്യൂ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ രശ്മിക മന്ദാന കിട്ടുന്ന റവന്യൂ ആവില്ല ഫഹദ് ഫാസിലിന് അവിടെ കിട്ടുക. അപ്പൊ അതാണ് മാറ്റം. ഒബ്വിയസ്ലി അപ്പൊ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അത് സിമ്പിൾ ആയിട്ട് ഇപ്പൊ അത് അവിടെ നമ്മളൊരു ആർട്ട് എന്നുള്ള ബേസിലല്ല അവർക്കുള്ള സാലറി കൊടുക്കുന്നത്. ഇറ്റ്സ് എ ബിസിനസ്. ഫിലിം എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആണ്. ആ ബിസിനസ്സിൽ അവർക്ക് എത്ര റിട്ടേൺ കിട്ടുന്നോ, ഇറക്കുന്ന ക്യാഷിന് എത്ര റിട്ടേൺ കിട്ടുന്നു അതിനനുസരിച്ചിട്ടാണ് അവർക്കുള്ള സാലറി. ഇതിപ്പോ ഒരു ബിസിനസ് ആയിട്ട് കാണുമ്പോൾ അത്രത്തിനുള്ള നമ്മൾ കാണേണ്ട ആവശ്യം വരുന്നത്. പക്ഷെ ഇവരിത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അഭിനയത്തിനേക്കാളും നന്നായിട്ടുണ്ട്, അപ്പോ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനേക്കാൾ കൂടുതൽ സാലറി വേണം. അതൊരിക്കലും വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ രണ്ടാമത് സ്പോർട്സിന്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിൽ ഇപ്പൊ ഒരു മെയിൽ എന്താ പറയാ പ്ലെയറിന്, അതായത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന സാലറി ഒരിക്കലും ഒരു വുമണിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിന്റെ എന്താ പറയാ സംപ്രേഷണവും കാര്യങ്ങളും ഒക്കെ പോകുമ്പോ അതിൽ കിട്ടുന്ന റവന്യൂ എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കൊടുക്കുന്നുണ്ട്. മെയിൽ പ്ലേയേഴ്സിനും ഫീമെയിൽ പ്ലേയേഴ്സിനും ഒരേ സാലറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആണോ? ഒരിക്കലും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെയിൽ പ്ലേയേഴ്സിനും ഫീമെയിൽ പ്ലേയേഴ്സിനും ഒരേ സാലറി ആകുമ്പോൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്ലെങ്കിൽ ഇന്ത്യന്റെ ഒരു നാഷണൽ ഒരു ഗെയിം ഉണ്ടാവുമ്പോൾ കാണുന്ന TV സംപ്രേഷണം, അതുപോലെ തന്നെ അതിന്റെ പരസ്യം, അതിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കളിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. IPL ഒക്കെ വലിയ ബിസിനസ് ആണ്. അതെ. അപ്പൊ രണ്ടു കൂട്ടർക്കും എങ്ങനെ സാലറി ഒരുമിച്ച് കൊടുക്കും? അത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. അതെ. അപ്പോ ആർക്കാണോ ഡിസേർവിങ് അവർക്ക് കൊടുക്കണം. എന്നിട്ടും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സംവരണങ്ങളായിക്കോട്ടെ, ഒരു ബസ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിലൊരു സ്ത്രീ വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറയണ്ടായി ഇപ്പൊ സ്ത്രീ ഒരു ബസ്സിൽ സാധാരണ ആർക്കൊക്കെയാണ് ഒരു ഇത് സീറ്റുകൾ റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്? ഒന്ന് വനിതകൾക്ക് ഉണ്ടാവും, അമ്മയും കുഞ്ഞും ഉണ്ടാവും, വികലാംഗർക്ക് ഉണ്ടാവും, മുതിർന്ന പൗരന്മാർക്ക്. പക്ഷേ ഈ മുതിർന്ന പൗരന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞ വികലാംഗരായിക്കോട്ടെ, പിന്നെ ഗർഭിണികൾ അല്ലെങ്കിൽ അമ്മ അവർ ആ സമയത്ത് വീക്കായിരിക്കും എന്തായാലും. അപ്പൊ ഇവരെ പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് സ്ത്രീകൾ എന്നല്ലേ. സ്ത്രീകൾ അവിടെ ശരിക്കും എന്താ വീക്കാണോ? അവരെ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സ്ത്രീ ആയതുകൊണ്ടുള്ള റിസർവേഷൻ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയലാണ് ശരിക്കും അവർ ആദ്യം ചെയ്യേണ്ടത്. ഇക്വാലിറ്റി അവർക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഏൺ ചെയ്യാണ്, റെസ്പെക്ട് ഏൺ ചെയ്യാണ് വേണ്ട, അല്ലാണ്ട് ചോദിച്ചു വാങ്ങല്ല. അപ്പം
അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈക്വാലിറ്റി എന്നുള്ള വിഷയം വരുമ്പോൾ ഇപ്പൊ സംഭവം ശരിയാണ്. കാരണം നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവള് വീക്ക് ആവണമെന്നുണ്ടെങ്കിൽ അവളെ അമ്മയും കുഞ്ഞും ആവണമെന്നില്ല, അല്ലെങ്കിൽ അവള് എന്താ പറയാ ഗർഭിണി ആവണമെന്നില്ല. അവൾക്ക് ഒരു മാസത്തിൽ ഒരു ആഴ്ച എന്ന് പറയുന്ന ഒരു വീക്ക് ആവുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡ് നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബസ്സിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് നമ്മൾ പറഞ്ഞ മാതിരി മുതലെടുക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ബസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വയസ്സായ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ മാറിക്കൊടുക്കാനോ അവിടെ അധികം ഉണ്ടാവുന്നത് പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ എന്താ വെച്ചാൽ ആ ഒരു ജനറൽ സീറ്റിൽ അവർ മാറിക്കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എന്താ പറയാ അല്ലെങ്കിൽ കാണുന്നതാണ്. നമ്മുടെ ശാരീരിക ക്ഷമത സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അല്ല. പിന്നെ അതുപോലെ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞില്ലേ, ഓക്കെ ജെൻഡർ ഈക്വാലിറ്റി ആണ് നിൽക്കട്ടെ. ഈ ഫെമിനിസ്റ്റുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ രംഗത്തും തുല്യത വേണം എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് തുല്യരല്ല എന്നുള്ളതാണ്. അതെ, ചെയ്യാൻ കഴിയില്ല. അത് ചില കാര്യങ്ങളിൽ സാമൂഹിക വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, തുല്യര് ആണ് എന്നുള്ള വിഷയങ്ങളിൽ തുല്യരായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാമൂഹിക വിഷയങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇതേപോലത്തെ റിസർവേഷൻ കൊടുത്തിട്ട് മറ്റൊക്കെ ചെയ്യും. നാച്ചുറലി വരുന്ന സംഭവങ്ങളിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചോദിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ രണ്ടുപേരും ചെയ്യുന്ന ഒരുപോലെ ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞൊരു ഒരു കായികപരമായിട്ടുള്ള എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗെയിംസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 100 മീറ്റേഴ്സ് ആണ് യൂസെയിൻ ബോൾട്ടിന് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ഓടിയിട്ട് കിട്ടുമോ ജയിക്കാൻ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണ്ട. ഒരു ക്രിക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കളിക്കുമ്പോൾ അവർക്കുള്ള എന്താ പറയാ ഗ്രൗണ്ടിന്റെ ആ ഒരു വലുപ്പം ഉണ്ടല്ലോ അത് കുറച്ചിട്ടാണ് സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കുക. അതെന്തിനാണ് അവരുടെ ഇത് കൊടുക്കുന്നത്? സിക്സ് അടിച്ചേ സംഭവത്തിലേ ഉള്ളൂ. കാരണം അവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സ്പേസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. അപ്പം ഫിസിക്കലി വീക്ക് ആയിക്കോട്ടെ, അല്ലെ സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് പറഞ്ഞാൽ ചിലത് ഫിസിക്കലി ആണുങ്ങൾ എന്താണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ നമ്മൾ അങ്ങനെ അടിച്ചമർത്താനും വേണ്ടി പറ്റില്ല. നമുക്ക് അവർക്ക് ചെറിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരു പുരുഷനെക്കായും അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ പുരുഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ ആയിരിക്കും, പെട്ടെന്നായിരിക്കും തീരുമാനം, അധികം ചിന്തയും കാര്യങ്ങളും ആലോചന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ത്രീക്ക് ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും, ഒന്ന് ആലോചിച്ച് ഒന്നിരുന്ന് ശാന്തമായിരുന്നു ചിന്തിച്ചിട്ട് ഒരു മറുപടി വരുള്ളൂ. അത് പല കാര്യങ്ങളും അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടീനെ നോക്കുന്ന കാര്യം, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എൻ്റെ വൈഫ് കുട്ടീനെ നോക്കുന്ന അവള് അതിന് എടുക്കുന്ന എഫേർട്ട് എനിക്കറിയാം. എത്രത്തോളം ഇരുന്ന് അത്രത്തോളം ക്ഷമയോടെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായാലും പാല് കൊടുക്കാനായാലും അതിനെ കുളിപ്പിക്കാനായാലും കളികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ എഫേർട്ട് ഒരിക്കലും ഒരു പുരുഷനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത്ര ക്ഷമ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ദേഷ്യം വരൽ തുടങ്ങും. ഒരു ക്ഷമ വേണ്ട ജോലിയാണ്. അത്രയും ക്ഷമിക്കാൻ വീണ ഒരു ജെൻഡറാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒരുപാട് അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ട്. ബയോളജിക്കലി ഉള്ള മാറ്റങ്ങൾ. അതൊരിക്കലും നമുക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഈക്വൽ ആവില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയണേ. കാരണം സ്ത്രീക്ക് അഡ്വാൻറ്റേജ് ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ ആണ് ഒരു ആണാണെന്നുണ്ടെങ്കിലും വരുന്ന കാര്യങ്ങൾ. അപ്പോൾ പുരുഷനാണെന്നുണ്ടെങ്കിലും സ്ത്രീക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ സ്പേസിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെ, ഇപ്പോ ഒരു നഴ്സിംഗ് ജോബ് അത് ഏറ്റവും നന്നായിട്ട് ചേരുക സ്ത്രീകൾക്കാണ്. കാരണം അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധ, ക്ഷമ, അതുപോലെ തന്നെ ദയ, കാരുണ്യം, ഇങ്ങനത്തെ കുറച്ച് കമ്പോണൻസ് ആണ്. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഈ സെയിം ആസ്പെക്ട് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും പുരുഷന് കായികപരമായിട്ട് കൂടുതലെന്ന് പറയുമ്പോ ഞങ്ങൾ ഇത്ര കഴിവില്ലാത്ത ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കണേ. എല്ലാ സ്ത്രീകളും ഗ്രീഷ്മയും ജോലിയല്ലല്ലോ. നമ്മൾ പറയുന്നത് മെജോറിറ്റി കേസ് മാത്രമാണ്. നമ്മുടെ ഉമ്മമാരായാലും നമ്മുടെ വീട്ടിലെ ഉമ്മമാരായാലും നമുക്കറിയാൻ വേണ്ടിട്ട് സ്ത്രീകളാണ്. ഒരാളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഇതിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയാണ് നമ്മളോട് മുൻഗണന കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ക്ഷമയോടെ, അല്ലെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ അത്രയും ടൈം എടുത്തിട്ട് എഫേർട്ട് എടുത്തിട്ട് ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് കഴിയുള്ളൂ. നേരെ മറിച്ച് പുരുഷനാണെന്നുണ്ടെങ്കിൽ പുരുഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ അങ്ങനെയല്ല മെയ്ഡ് ആയിട്ടുള്ളത്, സ്ത്രീ അങ്ങനെയാണ്. ഹാർഡ് ജോബ്സ് ചെയ്യാൻ അവർക്ക് കഴിയാത്ത പോലെ തന്നെ ഇത്രയും ടൈം എടുത്ത് എഫേർട്ട് എടുക്കുന്ന ജോലികൾ പുരുഷനും ചെയ്യാൻ കഴിയില്ല. ബൈ നാച്ചുറലി അങ്ങനെയാണ് രണ്ട് ജെൻഡറിനെ പടച്ചു വിട്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ക്വിക്ക് ഡിസിഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ്. കാരണം പുരുഷൻ അവിടെ ചിന്തിക്കുന്നില്ല, പുരുഷന് ഒരു
ഒരു പ്രശ്നം വരാണെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻസ് അതൊരു പക്ഷെ നന്നായിട്ടുണ്ടാവും. ചില കാര്യങ്ങളിൽ എന്താണ് പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ത്രീകളെ ചില സമയത്ത് പുച്ഛിക്കാറുണ്ട്. അപ്പോൾ കാരണം ആ ഒരു സമയം എന്താണ്, ആ ഒരു സംഭവം ഇത് തന്നെയാണ്. റോഡിലെ ചില ക്വിക്കസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ അവിടെ പുരുഷന് ഒന്നുകൂടെ പെട്ടെന്ന് എടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ തന്നെയാണ്. അതെ, ഒന്ന് സൈഡ് മാറിയാണ്ട് നമ്മളിപ്പോ കുറച്ച് മുന്നേ കണ്ട ഒരു ഡിസിഷൻ മറ്റേ എറണാകുളത്ത് പാലാരിവട്ടത്ത് നിറച്ച് കുത്തി 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 ബാക്കിൽ വന്ന. അപ്പൊ അങ്ങനെ പറഞ്ഞാല് പുരുഷന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. എന്നാൽ സ്ത്രീ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മൊത്തത്തിൽ പറയുന്നത് മെജോറിറ്റി കേസസിന്റെ കാര്യത്തിലാണ്. അതിപ്പോ നമ്മൾ വേൾഡിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മൂന്നാം കിട രാജ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നാം കിട രാജ്യങ്ങളായിക്കോട്ടെ, ഏത് രാജ്യങ്ങളായിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ പെർഫോം ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ F1 റേസ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഇത് റേസ് എടുത്തോട്ടെ തന്നെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നുള്ള കാര്യത്തിൽ കാണിക്കുന്നതന്നെ എന്തുകൊണ്ടാണ്, അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് അത് പെർഫോം ചെയ്തിട്ട് ടോപ്പ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പുരുഷന്റെ ഒപ്പം ഇവർ മത്സരിച്ചു കഴിഞ്ഞാല് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഒന്നാമതെത്താൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മൾ ബയോളജിക്കലി കൂടെ നോക്കണം, പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ ഇപ്പൊ വേൾഡ് കപ്പ് നമ്മൾ മിക്സ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെയും കാണുന്നത്. ഒളിമ്പിക്സ് ആയിക്കോട്ടെ, നമ്മളിപ്പോ 100 മീറ്റേഴ്സ് മെൻസ് എന്ന് പറയുന്നു, 100 മീറ്റേഴ്സ് വുമൻസ് എന്ന് പറയുന്നു, മിക്സ്ഡ് ഉള്ളത് വേറെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഗെയിംസ് മിക്സ്ഡ് ഗെയിംസും വരുന്നുണ്ട്. പക്ഷെ അത് അത്തരം ഗെയിംസുകൾ പക്ഷേ ആണെങ്കിൽ കൂടി ഇതുപോലെ ഈ പുരുഷനൊപ്പം എത്താൻ വേണ്ടി മത്സരിച്ച് സ്ത്രീകളെല്ലാം രംഗത്തും ഇറങ്ങുമ്പോൾ ഒരുപാട് ചൂഷണങ്ങളും സ്ത്രീകൾക്കെതിരെ വരുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. 100%. കാരണം പല മേഖലകളിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്ന, അതിന് കാരണക്കാരായിട്ട് വരുന്നതും സ്ത്രീകളാണെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ന്യൂസ്. അപ്പൊ അതൊരു മെയിൽ ഓറിയന്റഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് ഇഷ്യൂ അല്ല, അത് സൊസൈറ്റിന്റെ ഇഷ്യൂ ആണ്. അത് ജെൻഡർ ഈക്വാലിറ്റിയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ട് ചെല്ലുന്ന ഒരു പെൺകുട്ടി, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പെൺകുട്ടികൾ ഒരേ ടൈമിന് ചാൻസ് ചോദിച്ചു വരുമ്പോൾ ആരാണോ ഡിസേർവിങ് അത് നോക്കുന്നതിന് പകരം ആരാണോ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ തയ്യാറാവുന്നത് അവർക്ക് ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും സ്ത്രീകളാണ്. ആ ചൂഷണത്തിന് വേണ്ടി നിന്ന് കൊടുക്കുന്നത് സ്ത്രീകളാണ്. സിനിമ എന്നായിക്കോട്ടെ, ജോബ് എന്നായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ കേട്ടറിവുള്ളൂ, നമ്മൾ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ ശരിക്കും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതിൽ സത്യങ്ങൾ ഉണ്ടായേക്കാം, കള്ളങ്ങൾ ഉണ്ടായേക്കാം. നമുക്ക് ഒരാളെ വെച്ചിട്ടോ ഇതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഇവര് എന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ തിങ് ഇത്രേ ഉള്ളൂ, ഇവര് ഈ ഒരു സ്ത്രീകള് താഴെ ആയി പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് മേഖലകളിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്ത്രീധനത്തിന്റെ ഒരു ഇഷ്യൂ ആയിക്കോട്ടെ, നമ്മളിപ്പോ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഡൗറി വാങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഹ്യൂജ് ഡൗറി. ഇപ്പൊ നമ്മുടെ മേഖലകളിലൊക്കെ ഒരു അതൊന്നുമില്ല, ഇപ്പോ ഡൗറി എന്ന് പറഞ്ഞ സിസ്റ്റം ഏകദേശം എടുത്തു പോയിട്ടുണ്ട്. അതെ, ഈ ഭാഗത്തൊന്നും ഇല്ല, എങ്കിലും ഇല്ലാന്ന് തന്നെ പറയാം. ഇപ്പൊ ഡൗറി ഇല്ലാതെ നിങ്ങൾ കുട്ടിക്ക് നിങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തോളിന്ന് പറയുന്ന ടീമുകൾ വേറെ അത് കുറച്ചു മുന്നേ പറയാം. ഇപ്പൊ വളരെ അധികം അത് ഒഴിവായിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അത് മറ്റൊരു ചർച്ചയായിട്ട് നമ്മൾ എടുക്കും. ഇപ്പൊ ഇപ്പോഴത്തെ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാത്തതായിട്ട് നമ്മൾ വേറെ ചർച്ച വെക്കുന്നുണ്ട്. അതെ. അപ്പോ പക്ഷെ ഇനിയും ഇപ്പോഴും എന്താ പറയാ, സ്ത്രീധനം ഒരു ട്രെൻഡായി നടക്കുന്ന നാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കാറ് ബ്രാൻഡ് പോരാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത വിസ്മയ എന്ന് പറഞ്ഞ കേസൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു കുട്ടി കളറ് പോരാന്നോ, ഇംഗ്ലീഷ് അറിയില്ല അല്ലെങ്കിൽ എന്താ പറയാ കളറ് ഇതില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്നത് എന്റെ ചെവിടെടുത്തൊന്ന് കൊടുക്കണം. പിന്നെ എന്റെ ഉമ്മ ഉണ്ട്, അത് കൊടുത്താലും മതിയാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ഉമ്മയില് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടിനോട് പറഞ്ഞേക്കാത്രേ 20 ദിവസമല്ലേ കല്യാണം കഴിച്ചിട്ട് ആയിട്ടുള്ളൂ, എനിക്ക് ഇനി വേറെ ബന്ധം കിട്ടൂലേ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഈ ഒരു മകന് ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തിരുത്തേണ്ടത് ആരാ?
ഉമ്മയാണ്. കാരണം ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയണ ഉമ്മയാണ് ഇത് പറയുന്നത്. അപ്പൊ സ്ത്രീ ശാക്തീകരണം വേണ്ടത് അങ്ങനത്തെ മേഖലകളിലാണ് സ്ത്രീ ശാക്തീകരണം വേണ്ടത്. തീർച്ചയായിട്ടും. അല്ലാതെ ഈ പുരുഷമത്തി കിട്ടാറ്റ് ഫെമിനിസ്റ്റ് ആവണം അങ്ങനത്തെ ആ സിനിമാ മേഖല ലോകത്തെ മേഖലകളിലല്ല സ്ത്രീ ശാക്തീകരണം വേണ്ടത്. ഒരു ബന്ധമില്ലാതെ മത്തി എന്ത് കഴിച്ചു, മത്തിക്ക് ഇതിനൊന്നും കാര്യമില്ല. അതെ, അപ്പൊ അങ്ങനത്തെ മേഖലയിലാണ് സ്ത്രീ ശാക്തീകരണം കാര്യമായിട്ട് വേണ്ടത്. കാരണം ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്ത്രീധനത്തിന്റെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. നമുക്ക് തന്നെ അറിയാം സ്ത്രീധനം കൊടുക്കാന്നുള്ളത് തെറ്റാണ്, തെറ്റാണ്, ലീഗലി തെറ്റാണ്. പിന്നെ വാങ്ങലും വാങ്ങലും കൊടുത്താലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അത് വിട്. ഐ മീൻ സ്ത്രീധനം കൊടുക്കലും വാങ്ങലും തെറ്റാണ്. അപ്പൊ ഈ ഒരു കുട്ടിയെ മറ്റേ നമ്മള് ചന്തയിൽ പോയിട്ട് കാളനെ കച്ചവടാക്കണ മാതിരിയാണ് പണ്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അറിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ നാട് വളരെ മോശമായിരുന്നു ആ കാര്യത്തില്. ചോദിച്ചു വാങ്ങലും കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ തന്നെ എങ്ങനെ പറഞ്ഞിട്ടും മെഹർ കൊടുത്ത 5 പവനാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വന്നൊരു കാര്യം, ഒരു ഇൻഡയറക്റ്റ് ആയി ചോദിക്കണേ 5-ന് 50, 10-ന് 100, പിന്നെ അതും മാറി. ഇപ്പൊ അതും മാറി. ഇപ്പം പറഞ്ഞില്ലേ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പെണ്ണ് കിട്ടാനില്ല. പെണ്ണ് കിട്ടാൻ അത് വേറെ വിഷയം. നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം നമുക്കൊരു സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഡൗറി സിസ്റ്റം പറ്റിയെടുത്ത് കളയണം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അത് തെറ്റാണ്, പക്ഷെ ഇപ്പോഴും നമ്മുടെ കൾച്ചറിൽ അല്ലെങ്കിൽ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അവർ പറയുന്ന സന്തോഷത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിക്ക് ഇത്ര കൊടുക്കുന്നതെന്ന് പറയും. ഒരിക്കലും അതൊരു സന്തോഷമായിട്ട് കാണാൻ വേണ്ടി പാടില്ല. ബിരിയാണിയോ മന്തിയോ വീട്ടിലെടുത്ത പോലെ ഇല്ല, പക്ഷെ ഇത് ചോദിച്ചു വാങ്ങുന്ന പെൺകുട്ടികളുണ്ട്. അതാണ് വേറെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിച്ചു വാങ്ങുന്ന പെൺകുട്ടികൾ ഈ സമൂഹത്തിലുണ്ടെന്നുള്ളതാണ്. എനിക്കറിയുന്ന ആളാണ്, ഞാൻ പറഞ്ഞില്ല. മറ്റേ എന്റെ താത്താക്ക് ഇത്ര കൊടുത്തു, എനിക്ക് കാരണം ഈ അങ്ങനെയുള്ള കുട്ടികളുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിവാഹത്തിൽ നടക്കുന്ന കുറെ ആഡംബരങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഇത് നമുക്ക് വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെടുക്കുന്ന ഒരു സംഭവം ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യമായിക്കോട്ടെ, ഒരു സ്ത്രീധനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പുരുഷന്റെ ബാധ്യത ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വാപ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്താ പറയാ ബ്രദർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു ജീവിതകാലം ഇപ്പൊ സ്വർണത്തിന്റെ വില എത്രയെന്ന് അറിയില്ലേ, 62,000 രൂപ ഇത് വെച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. മകളല്ലേ, അപ്പൊ കൊടുക്കരുത്, അത്രേ പറയാനുള്ളൂ. അപ്പൊ കാരണം നമ്മള് ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മള് ഒരു പ്രത്യേക ഇതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് മറ്റേ ഇപ്പൊ നമ്മുടെ ഒരു റിലീജിയന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റിലീജിയനിലുള്ള നമ്മളെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, വിശ്വാസങ്ങളെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം ആവശ്യപ്പെടുന്നത് മഹർ കൊടുക്കാനാണ്. ഒരിക്കലും സ്ത്രീയോട് കയ്യിൽ നിന്ന് എത്ര വാങ്ങണം വിശ്വാസം പറയുന്നില്ല. നമ്മൾ കൊടുക്കാൻ വേണ്ടി, അതും നമ്മൾ ഒരിക്കലും സ്വർണം കൊടുക്കണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വിശ്വാസം നമ്മളെന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതെ സലാത്ത് അല്ലി കൊടുക്കുക, ഒരു കാരക്കയുടെ ഇതാണെന്നുണ്ടെങ്കിലും അതിന്റെ മഹറായിട്ട് വരെ ആ കുട്ടി നമുക്ക് ഇതാക്കാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് ഇവിടെ 5-ന് 10 അല്ലെങ്കിൽ എന്താ പറയാ 10-ന് 100 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ വന്നിട്ടുള്ളത്. അത് ശരിക്കും എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു സ്ത്രീക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കണ്ടെന്ന് പറയുമ്പോഴും പുരുഷനെ സംബന്ധിച്ചിട്ടുള്ളതും അതേ ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു പുരുഷന് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട്, ഇനിയിപ്പോ ഒരു കല്യാണത്തിന്റെ ചെലവാണ്, ചെലവ് വഹിക്കുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ നടത്തുന്ന പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ആ പുരുഷന്റെ പാരന്റ്സിൽ വരുന്നത് എന്താ പറയാ വാപ്പയോ, അല്ലെങ്കിൽ ഇനി ഒരു സ്ത്രീയുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീയുടെ വാപ്പയോ അല്ലെങ്കിൽ സഹോദരനൊക്കെ ആയിരിക്കും. അപ്പം ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീധനം ഒഴിവാക്കിയിട്ട് അവിടെ സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരണമെങ്കിൽ അവർക്കുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. എക്സാക്ട്ലി, അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ്. സോഷ്യൽ മൂവ്മെന്റ്, ജെൻഡർ ഈക്വാലിറ്റി മൂവ്മെന്റ് വരേണ്ടത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അവരെല്ലാ രൂപത്തിലും മുന്നോട്ട് കൊണ്ടുവരാന്നല്ല, അവർക്ക് ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ബേസ് എലമെന്റ്സ്, വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം, ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ സെക്യൂരിറ്റി കാര്യങ്ങൾ കൊടുക്കാൻ ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ ഇതിലെന്താ പറഞ്ഞുതരാം. ഞങ്ങളെ വീട്ടില് ഞങ്ങളൊരു ജനറേഷനില് ഒരു 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ഉണ്ട്. മറ്റേ എന്റെ മൂത്തവരുണ്ട്, താഴെയുള്ളവരുണ്ട്. ആ കേസില് ഞങ്ങളെ 4 ആണുങ്ങള് ഒരാൾ പോലുണ്ട്, ഒരാളെ ഡിഗ്രിക്ക് പോയത്, ബാക്കിയുള്ളവർക്ക് പണിക്കോ പോയവരാണ്. പണിക്കോ അല്ലെങ്കിൽ ചെറിയ ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും എടുത്ത്. 4 പെണ്ണുങ്ങളിൽ ഒരാള് ഡിഗ്രിക്ക് ആവണുള്ളൂ, ബാക്കി 3-4 ഡിഗ്രിക്ക് പഠിക്കാൻ പോണവരാണ്, കോളേജിൽ പോണവരാണ്.
കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നീ ആണാണോ പെണ്ണാണോ എന്നുള്ള കേസിലല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അതിപ്പോ മാറി വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലം ഇങ്ങനെ ആയിരുന്നില്ല. 10ാം ക്ലാസ്സോ +2 ആയി കഴിഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്ന ഒരു കാലമായിരുന്നു. അവിടെ പഠനം അവിടെ നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അല്ല, എംപവർമെന്റ് ഏകദേശം ഒരു വലിയൊരു സ്റ്റേജ് വരെ എത്തിയില്ല. ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഡിഗ്രി കൊണ്ട് തന്നെ കാര്യമുണ്ടോ? അങ്ങനെയല്ല, അല്ല പഠനം കിട്ടുന്നില്ല എന്നൊരു പരാതി പറയാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണ്. പഠനം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് +2 പഠനം വരെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാന്നുള്ള, ഡിഗ്രിക്കും മാർക്ക് ഉണ്ടെങ്കിൽ പഠിക്കാം. മാർക്ക് ഉണ്ടെങ്കിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാം. പക്ഷെ ഡിഗ്രിക്ക് മീൻസ് നമ്മൾ എല്ലാ വിഷയത്തിലും അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. +2 വരെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഇനി ഈ ഡിഗ്രി എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഗ്രി ഒരേ കാര്യമാണ് എടുക്കേണ്ടി വരിക. MBBS കൊണ്ടുവരും. എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റേണ്ടതുണ്ട്. അത് വേറെ കാര്യമായിട്ട് ചർച്ച ചെയ്യാം. ജെൻഡർ ഈക്വാലിറ്റിക്ക് വരുമ്പോ അതെ, ഐ മീൻ ഞാനതാണ് പറഞ്ഞു വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി എടുത്തു എന്നാണ് അവൻ പറയുന്നത്. ഡിഗ്രി കൊണ്ട് മാത്രമൊന്നല്ല, കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതില് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. നമ്മുടെ ഈ രാജ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസേർവിങ് ആരാണോ അവർക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് എന്നുള്ളത്. ഒരു സ്ത്രീകള് ഒരു 100 പേരിൽ 70 സ്ത്രീകളും 30 പുരുഷന്മാരും ഉണ്ടെന്ന് കൂട്ടിക്കോ. 70 സ്ത്രീകൾ നന്നായിട്ട് പഠിച്ചു, 30 ആളുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 70 സ്ത്രീകൾക്ക് പഠിച്ചവർക്കല്ല, ഈ 30-ൽ ആര് കൂടുതൽ ഡിസേർവിംഗ് ആണോ അവർക്കാണ് കൂടുതൽ ചാൻസസ് ഉണ്ടാവുക ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആര് പഠിച്ചു എന്നുള്ളതല്ല, ആര് ഡിസേർവിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യമായിട്ടുള്ളത്. ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ആരാണോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവർക്ക് കിട്ടും. X or Y, സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഒരു മാനദണ്ഡേ അല്ല ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ പറഞ്ഞു വരുമ്പോ ജെൻഡർ ഈക്വാലിറ്റി, എംപവർമെന്റ്, സ്ത്രീ വുമൺ എംപവർമെന്റ് കാര്യങ്ങളൊക്കെ ഒരുവിധം സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട്. അതിന് ഓവറായിട്ട് വരുന്ന ആക്ടിവിസ്റ്റും സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്കോളർഷിപ്പുകൾ എത്ര ഉണ്ടായിരുന്നു, ഒരുപാടുണ്ട് സ്കോളർഷിപ്പുകൾ കാര്യങ്ങൾ. അപ്പൊ എന്താ വെച്ചാൽ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പറയാം സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ല, പല വിഭാഗങ്ങൾക്കായിട്ട് എല്ലാം നമുക്ക് റിസർവേഷൻ സീറ്റുകളും കാര്യങ്ങളും. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണ് കിട്ടുന്നത്. കർണാടകയിലെ ഒന്നുകൂടി പരിഷ്കരിക്കേണ്ട സമയമുണ്ട്. കാരണം അഡ്മിഷന്റെ സമയത്തൊക്കെ നമുക്കറിയാം, മറ്റേ നമ്മൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പല ആൾക്കാർക്കും റിസർവേഷൻ കാരണം അവസരം നഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതെ പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കൊണ്ടുവന്ന സിസ്റ്റങ്ങളാണ്. SC/ST വിഭാഗം നമ്മൾ മേലോട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യം കൊണ്ട് ഉണ്ടായിരുന്ന ഒരിത്. പക്ഷെ അതുകൊണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുന്നു. എനിക്ക് എന്താ പറയാ നേരിട്ട് പരിചയമുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൽ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു SC/ST വിഭാഗം ഉണ്ട്. പക്ഷെ അവരിപ്പോ എന്താ പറയാ ഫിനാൻഷ്യലി ഹൈ ആണ്, അത്യാവശ്യം അവർക്ക് എന്തുണ്ട് ഫിനാൻഷ്യലി ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇന്ന് നേരെ മറിച്ച് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നായരാണ് കുട്ടി. അപ്പോൾ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നായരായുള്ള ഈ കുട്ടി ഫിനാൻഷ്യലി ലോവും SC/ST വിഭാഗമുള്ള കുട്ടി എന്താണ് ഫിനാൻഷ്യലി ഹൈ ആയിട്ടുള്ള സമയത്ത് സീറ്റ് ആർക്കാ പോകുന്നത്? SC/ST വിഭാഗത്തിനാ പോകുന്നത്. പക്ഷെ അതെ മുന്നാക്ക സംവരണം കാര്യങ്ങളൊക്കെ വന്നിട്ട് SC/ST-ക്കാർക്കും അതുപോലെ OBC-ക്കും കിട്ടുന്ന അതിനേക്കാളും കൂടുതൽ ചാൻസും ഹൈ ഓപ്പർച്യൂണിറ്റീസും ഇപ്പോ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ മുന്നാക്ക സംവരണം കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരു കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും സൊസൈറ്റി ഇപ്പോ അത് വേറെ വിഷയമില്ല. ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റി എംപവർമെന്റ് വന്ന പോലെ അതേപോലെ വന്ന പോലെ SC/ST അതുപോലെ തന്നെ ആ ഒരു വിഭാഗം ഇപ്പോഴും പൊങ്ങി വന്നു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംവരണങ്ങള് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ പറയാനുള്ളൂ. ഇപ്പോ നിങ്ങൾ പറയുന്നുണ്ട് SC/ST വിഭാഗങ്ങൾ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംവരണം അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന സംഭവം ഗ്രാസ് റൂട്ട് തന്നെ തുടങ്ങിയാലേ ആ ഒരു എംപവർമെന്റ് പൂർണ്ണമാവുള്ളൂ. നമ്മുടെ നാട്ടിലെ കോളനികളിലൊക്കെ പോയി ഞാൻ ഒരു മറുചോദ്യം ചോദിക്കാം. SC/ST-ക്കാര് ഓക്കെ ഇപ്പോ പൊങ്ങി ഫിനാൻഷ്യലി ഹൈ ആയി വന്നു എന്ന് പറഞ്ഞു, ഏതെങ്കിലും കൂലിപ്പണിക്ക് പോയൊരു നായരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കൂലിപ്പണിക്ക് പോണ നായരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ കൂലിപ്പണിക്ക് പോണ SC/ST-ക്കാരെ കാണിച്ചു തരാൻ പറ്റൂലേ? കാരണം 90% അവരായിരിക്കും അല്ലേ? ആണ്. കൂലിപ്പണിക്ക് പോണ നായന്മാരെ കാണിച്ചു തരാൻ പറ്റും. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ മെജോറിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ. അപ്പോ സോഷ്യൽ ജസ്റ്റിസ് ആയോ ഇല്ലെന്നില്ല ചോദ്യം വേറെയാണ്. അപ്പൊ അതിന്റെ സംവരണം എടുത്ത് കളയണോ കളയണ്ടേ എന്നുള്ള കാര്യം രണ്ട് കാറ്റഗറി ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ തിരുത്താം. അപ്പൊ SC/ST അവിടെ നിൽക്കട്ടെ, നായർ അവിടെ നിൽക്കട്ടെ, അത്
മാത്രമാക്കാതെ അതിന്റെ കൂടെ ഫിനാൻഷ്യൽ കാര്യം കൂടെ നോക്കാം. ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രംഗത്താണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ എന്താ ഫൈനാൻഷ്യലി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു പഠനത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയും ഇരുന്ന് നന്നായിട്ട് പഠിച്ചിട്ടാണ് വാങ്ങുന്നത്. മറ്റേ കുട്ടിക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. അതിപ്പോ നമ്മൾ കൂലിപ്പണിയോ കാര്യങ്ങളോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു +2 പഠനം വരെ നമുക്ക് ഫ്രീ ആണ്. പഠനം നമുക്ക് ഫ്രീ ആണ്. ഒരുപാട് ചാൻസസ് ഇപ്പൊ ലേറ്റ് ഇല്ലാത്ത കാലമൊന്നുമല്ല. നമുക്ക് ലാമ്പിന്റെ കീഴിന്നിട്ട് ഇതായിട്ട് പഠിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് മുന്നിൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നല്ല മാർക്ക് വാങ്ങിയിട്ട് ജയിക്കുന്ന കുട്ടിക്ക് സീറ്റ് ഇല്ലാണ്ടാവും. അത് നേരെ മറിച്ച് അതിനേക്കാളും കുറെ മാർക്ക് കുറവ് വാങ്ങിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് സീറ്റ് അവിടെ കിട്ടുമ്പോഴും ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ നല്ല മാർക്ക് കിട്ടിയ കുട്ടി ഡിസേർവിങ് അല്ലേ അത്? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും ആണ്, ഡിസേർവിങ് ആണെന്നല്ല ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അത് നിങ്ങൾക്ക് സംവരണത്തിന്റെ ഒരു അതിന്റെ ബേസ് മനസ്സിലാവാത്തോണ്ട്. സംവരണം എന്ന് പറഞ്ഞ സാധനം വന്നത് സോഷ്യൽ എംപവർമെന്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. 100% ഞാൻ അതിനോട് ശരിക്കും എഗ്രി ചെയ്യുന്നു. പക്ഷെ എല്ലാ വിഷയങ്ങളിലും ഇത്തരം കാര്യങ്ങളാണെന്നുള്ളതാണ് മുന്നേ അടുത്തൊരു എപ്പിസോഡായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമുക്ക് എന്താണ് ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് തന്നെ വരാം. ഇപ്പോ എന്റെ ഒരു അഭിപ്രായ പ്രകാരം ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ച മൂവ്മെന്റ് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. അത് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോ. ഇനി അധികം അതിന്റെ പിന്നാലെ കൂടി ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും അതിന്റെ പിന്നാലെ കൂടി ഇത് ഇനിയും ഒരുപാട് അനർഹമായ ഒരു കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടു കൂട്ടരും കോമ്പീറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാം. കാരണം നമ്മളിപ്പോ കണ്ടു തന്നെയാണ്. കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞു മുതലെടുപ്പിന്റെ കേസസ് നമ്മൾ ഒരുപാട് പറഞ്ഞു. അതിലുള്ളതാണ് ഇപ്പൊ നമ്മളെ അഷ്റഫി ഹാക്കിമി. നമ്മൾ ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കണ്ടത് ജോണി ഡപ്പിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു, ഹാർദിക് പാണ്ഡ്യന്റെ കേസസ്. ഇവിടൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുതലെടുത്തിട്ട് പുരുഷന്റെ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം കൊള്ളടിക്കാൻ വേണ്ടി നോക്കുന്ന, അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ അവിടെയൊക്കെ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്തിന് എന്നുള്ളതാണ് ഇപ്പൊ ഞാനവിടെ ചോദിച്ചത്. ഇപ്പൊ ഒരു കുട്ടി, അത് കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചെലവ് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നോക്കാന്നുള്ള ഉത്തരവാദിത്തം ആ ഒരു എന്താ പറയാ ഫാദറിന് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് നമുക്കിപ്പോ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് ബാധിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലും എന്തിനു വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത്? ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത്രയും കാലം പറഞ്ഞതായാലും ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴും ഈ ഫിസിക്കലി കാര്യങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ പെൺകുട്ടി പഠിച്ച ഒരാളാണെങ്കിൽ ഓക്കെ, ഫിസിക്കലി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഡിവോഴ്സിന്റെ കാരണങ്ങൾ ബേസ് ചെയ്തിട്ട് അങ്ങനെ വിധിച്ചൂടെ? ഡിവോഴ്സിന്റെ കാരണം എന്താ, എനിക്ക് പുരുഷനെ ഇഷ്ടപ്പെട്ടില്ല, ഞാനൊരു ആ ഒരു സംഭവം അല്ല എന്നുള്ള നിലക്ക് ഡിവോഴ്സ് ആയി പോയാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓക്കെ കാരണങ്ങൾ വെച്ച് ഇത് ഒരു നിർബന്ധിത സംഭവം അല്ലാതെ ഓരോ കേസിനും ഓരോ രീതിയിൽ വിധി വന്നൂടെ? പക്ഷെ എല്ലാ കേസിലും യൂണിഫോം അങ്ങനെ ഒരിക്കലും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ ആ സ്ത്രീ ചിലപ്പോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീയോ അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത സ്ത്രീയോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പുരുഷൻ ചെലവിന് കൊടുക്കുക വേണം. അപ്പോ ഈ എല്ലാ കേസിലും ഈക്വാലിറ്റി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് നേരെ എവിടെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതേ കേസസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഇപ്പൊ പുരുഷൻ വീക്ക് ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുരുഷന് ഏതെങ്കിലും കേസസിൽ തിരിച്ച് സ്ത്രീ കൊടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു എന്താ പറയാ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വരുന്ന വിധി എന്ന് പറയുന്നത് സ്ത്രീക്ക് ഇയാളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി പറ്റില്ല, ഇയാൾക്ക് ഇതിനില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പിരിച്ചുവിടുക കാര്യങ്ങളാണ്. നേരെ മറിച്ച് എന്താ പറയാ സ്ത്രീ ഇയാളുടെ ചെലവ് നോക്കണം ഇങ്ങനെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ലല്ല. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പുരുഷന്റെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവഗണിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ നമുക്ക് അതേപോലെ തന്നെ ഈക്വാലിറ്റി പറഞ്ഞ സംഭവങ്ങൾ തമ്മിലുള്ള മാറ്റം എന്താ? അതിലോട്ടാണ് നമ്മൾ വരുന്നത്. അതാണ് നമ്മളെ കൺക്ലൂഷൻ. ആക്ച്വലി ജെൻഡർ ഈക്വാലിറ്റി അല്ലേ വേണ്ടത്, ഇക്വിറ്റി ആണ് വേണ്ടത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും
ഒരേ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരേ കാര്യം പഠിക്കുക, അങ്ങനെ അല്ലെ ഒരേ ട്യൂട്ടോറിയൽ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ, കഴിവുള്ളവനാണോ കഴിവില്ലാത്തവനാണോ, വായിക്കാൻ അറിയാത്തവനാണോ വായിക്കുന്നവനാണോ, ബുദ്ധി കൂടുതലുള്ള ബുദ്ധി കുറവുള്ളതാണോ, ഒന്നും നോക്കാതെ ഒരേ ബുക്ക് കൊടുക്കുക, ഒരേ ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ആർക്കാണ് കൂടുതൽ അറ്റൻഷൻ വേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ കെയർ വേണ്ടത് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സോഷ്യൽ ബാലൻസിങ് ഉണ്ടാവാൻ പറ്റും. ജെൻഡർ ഈക്വാലിറ്റി അല്ലേ വേണ്ടത്, ജെൻഡർ ഇക്വിറ്റി ആണ് വേണ്ടത്. അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മളൊരു സ്റ്റേജ് ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കുട്ടികളുണ്ട്. ഇത് മൂന്ന് സ്റ്റേജാ. ഇതിൽ ഓൾറെഡി ഒന്ന് ഹൈ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ്, ഇത് അതിന്റെ മീഡിയം. ഇപ്പൊ ഈ ഗ്ലാസ് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇയാൾ ടോപ്പായി, ഇയാൾ എന്തായി ഒരു മിഡിൽ തന്നെ ആയി, ഇയാൾ ഇതായി എന്താ പറയാ ആ ലോവർ ലെവൽ തന്നെ ആയിട്ട് നിൽക്കുകയാണ്. നേരെ മറിച്ച് ഇവർക്ക് വേണ്ടത് ഇയാൾക്കാണ് കുറച്ചുകൂടെ കൂടുതൽ അറ്റൻഷൻ വേണ്ടത്. അപ്പൊ എന്താണ് ഇയാളുടെ ടോപ്പ് ലെവലിലേക്ക് ഇയാൾക്ക് കുറച്ചുകൂടെ വേണം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 3 പേരും ഒരേ ലെവലായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഈക്വാലിറ്റി വരുന്നുള്ളതാണ്. അതായത് ഈ ഒരു 3 ലെവലും കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി ഇവരൊരു ഈക്വാലിറ്റി ആയിട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടത്. അതായത് ആർക്കാണോ കൂടുതൽ അറ്റൻഷൻ വേണ്ടത് അവർക്ക് കൂടുതൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കുക, സപ്പോർട്ട് വേണ്ടത് സപ്പോർട്ട് കൊടുക്കുക. പക്ഷെ അതിപ്പോ നടക്കുന്ന വിഷയം തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തു, അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നില്ലേ, ഇവർക്ക് വേണ്ട സംവരണം നമ്മൾ കൊടുക്കുന്നില്ലേ, തീർച്ചയായിട്ടും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ലേ. പിന്നെ ഇപ്പോഴും ഇത് ഈക്വാലിറ്റി വേണം. അതെ, ഐ മീൻ നമ്മൾ ഉദ്ദേശിച്ച ആണ് എന്നല്ല ഉദ്ദേശിച്ചത്, സമൂഹം കൊടുക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ ഇത് കൊടുക്കുന്നില്ലേ. അപ്പൊ ഇത് കൊടുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓൾറെഡി അവർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഇത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലൊരു ചർച്ച ഇടുന്നതിലൊരു കാര്യമല്ല. അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്താം ഇന്നത്തെ. ലാസ്റ്റ് എന്റെ ഇക്വാലിറ്റി അല്ല ഇക്വിറ്റി ആണ് ആ ഒരു സംഭവം. അതന്നെയാണ് കൺക്ലൂഷൻ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കാണോ, അതായത് അതിൽ സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ ഇതാണോ എന്ന് നോക്കണ്ട, ആർക്കാണോ കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതാണ് മെയിൻ. അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡിസേർവിംഗ് ആരാണോ അവർക്ക് ആ ഒരു സ്ഥാനത്ത് അവർ എത്തുതന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഇതിൽ നമ്മൾ സംസാരിക്കേണ്ട വേറെ വിഷയം കൂടെ ഉണ്ട്. നേരത്തെ നമ്മൾക്ക് കിട്ടിയ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമൂഹം മാറേണ്ടതുണ്ട്. കാരണം സമൂഹത്തിന്റെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിന്റെ മാറ്റങ്ങൾ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിഷയമല്ല. അപ്പൊ നമുക്ക് തന്നെ നമുക്കും താല്പര്യം ഈക്വാലിറ്റി വന്നോട്ടെ എന്നുള്ളത് തന്നെയാണ്, അതിലൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഈക്വാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ തന്നെ ചിന്തിക്കണം. ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുക, ചെക്കൻ സെറ്റിലാണോ എന്നുള്ള കാര്യമാണ് മെയിൻ. ചെക്കൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ. നേരെ മറിച്ച് ഒരു പെൺകുട്ടി, അതായത് ഒരു പുരുഷന് ഒരു ഇതായിട്ടാണ് കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കാര്യമായിട്ട് നോക്കാം കുട്ടിയുടെ സ്വഭാവം എന്താ, അല്ലെങ്കിൽ കുട്ടി ഭംഗിയുണ്ടോ നോക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും നോക്കാനില്ല, വേഗം കെട്ടാന്നുള്ളൂ, കാരണം പെണ്ണിട്ടല്ലോ. സോ നമ്മൾ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ ആ ഒരു തലമുറകളായിട്ട് ഇതിങ്ങനെ നോക്കി വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിൽ ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി മാറണം, ആവശ്യമായ ബോധവൽക്കരണം കാര്യങ്ങളും കൊടുക്കണം. ഞങ്ങളെ കൺക്ലൂഷൻ എത്രയാണ്, ജെൻഡർ ഈക്വാലിറ്റി അല്ലേ വേണ്ടത്, ജെൻഡർ ഇക്വിറ്റി ആണ് വേണ്ടത്. ആർക്കാണോ സപ്പോർട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്ത്, ആർക്കാണോ സമൂഹത്തിലെ അടിത്തട്ടില് അല്ലെങ്കിൽ അധസ്ഥിതരായിട്ട് പോകുന്നത് അവരെ പൊക്കിക്കൊണ്ടുവരിക. പിന്നെ ആരാണോ ഡിസേർവിങ് അവർ ആ പൊസിഷനിൽ എത്തുക തന്നെ ചെയ്യും. അത് ഏത് ജെൻഡർ ആയാലും ഏത് കാസ്റ്റ് ആയാലും എന്തെന്നെ ആയാലും അവർക്ക് ആർക്കും ഒന്നും തടസ്സമല്ല. അവരാ പൊസിഷനിൽ അവരുടെ കഴിവ് ഉപയോഗിച്ച് തന്നെ ചെയ്യും. സമൂഹം അല്ലാന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും. അതെ, ഫൈനൽ കൺക്ലൂഷൻ വെള്ളം കുടിക്കാം. അപ്പോ എന്താ പറയാ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ നിരത്തിക്കൊണ്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. അപ്പോ നന്ദി, നമസ്കാരം.